ഹലോ, അസ്സലാമു അലൈക്കും. എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീഫ് സ്റ്റൂ റെസിപ്പി കണ്ടാലോ? അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും അരി റൊട്ടിൻ്റെയും ദോശൻ്റെയും എല്ലാത്തിൻ്റെ കൂടെ എന്നുള്ള സൂപ്പറായിട്ടുള്ള അടിപൊളി ബീഫ് സ്റ്റൂ റെസിപ്പിയാണിത്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ പാൻ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് സ്പൈസസ് ഇട്ട് കൊടുക്കുക. 2 ഗ്രാമ്പൂ, 2 ഏലക്കായ്, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ അതിലേക്കൊരു മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതാ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് വീണ്ടും വഴറ്റുക. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക്, അതായത് നിങ്ങളെ എരിവിനനുസരിച്ചിട്ടുള്ള, ഞാനിപ്പോൾ ഒരു 5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നമ്മളിതിൽ വേറെ മുളക് പൊടി അതൊന്നും ഇടുന്നില്ലല്ലോ. പിന്നെ അതിലേക്ക് ഒരു പകുതി ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും, ഒരു പകുതി പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് അതും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനിത് ബീഫ് ഇവിടെ ഉപ്പും കുരുമുളകും ഇട്ടിട്ടൊന്ന് ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടി അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അതടക്കം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക ചെറിയ തീയിൽ. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് കുക്കായിട്ടുണ്ടാകും. ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും എല്ലാം. ബീഫ് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് 2ാം പാൽ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളിപ്പോൾ 1ാം പാൽ 2ാം പാൽ അങ്ങനെ വേറെ ഒന്നും എടുക്കണമെന്നില്ല. ഒറ്റയടിക്ക് തന്നെ ഒരു പാൽ തന്നെ എടുക്കുക. എന്നിട്ട് അതൊരു 1/4 കപ്പും 1/2 കപ്പും മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് 1/4 കപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിക്കുക, ഒന്ന് മൂടി വെച്ചിട്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1/2 കപ്പ് 1ാം പാൽ, ആ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് അധികം തിളക്കണ്ട, ഒരു തിള വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 5-6 കാഷ്യൂ നട്ട്സ് ഒന്ന് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു ഗ്രൈൻഡറിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കാഷ്യൂ പേസ്റ്റ് അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പുണ്ടോ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഇട്ട്, പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് ഒരു തിള വരുന്ന സമയത്ത് നമുക്കിത് ഓഫാക്കിയിട്ട് അടച്ച് വെക്കണം. കുറച്ച് നേരം അടച്ച് വെക്കുമ്പോൾ ഇത് ഇത്തിരി കൂടി കട്ടിയായിട്ട് വരും. അപ്പോൾ ഇതാ നമ്മളെ ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിഞ്ഞിട്ടില്ല, കുറച്ച് പണി കൂടിയുണ്ട്. ഇതിൽ കുറച്ച് കാച്ചി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതാ നമുക്ക് തിള വരുന്ന സമയത്ത് ഞാനിത് ഓഫ് ചെയ്ത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യുണ്ടല്ലോ, RKG, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-6 ചുവന്നുള്ളി അത് കട്ട് ചെയ്തതും, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു പിടി മല്ലിയില ചോപ്പ് ചെയ്തതും അതും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് ഈ കറിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതോടെ നമ്മൾ ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് തലേന്നല്ല ബീഫെല്ലാം ഒന്ന് കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എന്തിൻ്റെ കൂടെ എന്നുള്ള അടിപൊളിയായിരിക്കും ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ അപ്പാടൻ ഇത് മൂടി വെക്കുക. കണ്ട ഇപ്പോൾ കുറച്ചുകൂടി അത് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. വേഗം തന്നെ അത് അടച്ച് വെക്കുക ഒരു 10 മിനിറ്റെങ്കിലും. അപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു മണവും ശരിക്കും നല്ല ഫ്ലേവറായിട്ടുള്ള നല്ല അടിപൊളി സ്റ്റൂ ആണിത്. അപ്പോൾ ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും ഇതിന് രാവിലെ ആ ഒരു മൂടിപ്പത്തിലുണ്ടല്ലോ നമ്മളെ പച്ചരി ദോശ, അതിനെല്ലാം അടിപൊളിയായത് നല്ല സൂപ്പർ കോമ്പിനേഷന് ദോശയും ഈ സ്റ്റൂ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിതിനിപ്പോൾ ഉണ്ടാക്കിയത് അരി റൊട്ടിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അരി റൊട്ടിയും ഈ സ്റ്റൂ ആണ്. പിന്നെ ബാക്കി ഇന്നലത്തെ കുറച്ച് ചിക്കൻ തോരനും കൂടി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതും നല്ല അടിപൊളി തോരൻ കേട്ടോ, ചിക്കൻ തോരൻ. അപ്പോൾ ചിക്കൻ തോരനും അരി റൊട്ടിയും ബീഫ് സ്റ്റൂ ആണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും കറിയെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും. അടിപൊളിയാണ്, ഭയങ്കര ഈസിയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.